എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 12 ഇന്ന് ആരംഭിക്കുന്നു. ശ്രീരാമന്റെ പുത്രനായിട്ടുള്ള കുശന്റെ വംശം വർണ്ണിക്കുകയാണ് ഈ 12ാമത്തെ അധ്യായത്തില്. ആ വംശത്തില് മരു എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ മഹാരാജാവ് ഇന്നും ബദരിയില് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കലിയുഗം കഴിഞ്ഞാൽ ഈ മരുവിൽ നിന്നും സൂര്യവംശം വീണ്ടും ഉത്ഭവിക്കും എന്നാണ് പറയുന്നത്. മരു മുതൽ സുമിത്രൻ എന്ന രാജാവ് വരെ ഇക്ഷ്വാകുവിന്റെ വംശം വർണ്ണിച്ച് അവസാനിപ്പിക്കുകയാണ്. അഥ ശ്രീമദ് ഭാഗവത നവമസ്കന്ധ ദ്വാദശോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം പ്രവ്രജന്തം അനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാദരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതേ ത്വദീയേ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. കൊണ്ടൽക്കാരണിവർണ്ണനെ കരളലിഞ്ഞും കൊണ്ടു ഹൃത്തിൽ സദാ കണ്ടും കൊണ്ടു ശുഭോക്ത ഭാഗവത പീയൂഷം നുകർന്നിടുവാൻ വേണ്ടും മാധുരി തൊട്ട സർവഗുണമെൻ വാണിക്കിണക്കിട്ടു ചൊൽക്കൊണ്ടിപ്പോൾ പൊതിയിൽ തെളിഞ്ഞു വിലസും തസ്മക്കിതാ വന്ദനം രക്ഷിക്കിതാ വന്ദനം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. കുശസ്യ ചാതിഥി തസ്മാൻ നിഷധ തൽസുതോ നഭഃ പുണ്ഡരീകോധ തൽപുത്ര ക്ഷേമധന്വാഭവത്തത. കുശസ്യ കുശന്റെ തസ്മാൻ അദ്ദേഹത്തിൽ നിന്ന് തൽപുത്ര അദ്ദേഹത്തിന്റെ പുത്രൻ അഭവത് ഉണ്ടായി. ശ്രീ സുഖബ്രഹ്മർഷി പറയാണ്, ശ്രീരാമന്റെ പുത്രനായ ആ കുശന്റെ പുത്രൻ അതിഥി, അദ്ദേഹത്തിന്റെ പുത്രൻ നിഷധൻ, അദ്ദേഹത്തിന്റെ പുത്രൻ നഭൻ, നഭന്റെ പുത്രൻ പുണ്ടരീകൻ, പുണ്ടരീകപുത്രൻ ക്ഷേമധന്വാവ്. ദേവാനീകസ്തോനിഹ പാരിയാത്രോതൽ സുത തതോ ബലസ്ഥലസ്തസ്മാത് വജ്രനാഭോ അർക്കസംഭവ. ക്ഷേമധന്വാവിന്റെ പുത്രൻ ദേവാനീകൻ, അദ്ദേഹത്തിന്റെ പുത്രൻ അനീഹൻ, അദ്ദേഹത്തിന്റെ പുത്രൻ പാരിയാത്രൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ബലസ്ഥലൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സൂര്യാംശ സംഭവനായ വജ്രനാഭൻ. ഖഗണസ്തൽസുതസ്തസ്മാൽ വിധൃതിശ്ചാഭവൽസുത തതോ ഹിരണ്യനാഭോഭൂത് യോഗാചാര്യസ്തു ജൈമിനേഹ. വജ്രനാഭന്റെ പുത്രൻ ഖഗണൻ, അദ്ദേഹത്തിന്റെ പുത്രൻ വിധൃതി, അദ്ദേഹത്തിന്റെ പുത്രൻ ഹിരണ്യനാഭൻ,
ശിഷ്യനും ഈ ഹിരണ്യനാഭൻ ജൈമിനിയുടെ ശിഷ്യനും യോഗാചാര്യനും ആയിരുന്നു. ശിഷ്യ കൗസല്യാധ്യാത്മം യാജ്ഞവൽക്യോധ്യഗാദ്യത യോഗം മഹോദയമൃഷിർ ഹൃദയഗ്രന്ഥിഭേദകം. ജൈമിനിയുടെ ശിഷ്യനായ ഹിരണ്യനാഭനിൽ നിന്ന് കോസല രാജ്യത്തിൽ ജനിച്ചു വളർന്ന യാജ്ഞവൽക്യൻ എന്ന ഋഷി മഹത്തായ അഭ്യുദയത്തിന് കാരണമായിരിക്കുന്ന യോഗത്തെ അഭ്യസിച്ചു. ആ യോഗം അജ്ഞാനഗ്രന്ഥിയെ നശിപ്പിച്ച് ആത്മസാക്ഷാത്കാരം നൽകുവാൻ സമർത്ഥമാണ്. പുഷ്യോ ഹിരണ്യനാഭസ്യ ധ്രുവസന്ധിസ്തതോഭവൽ സുദർശനോധാഗ്നിവർണ ശീഘ്രസ്തസ്യ മരുസുത. ഹിരണ്യനാഭന്റെ പുത്രൻ പുഷ്യൻ, പുഷ്യന്റെ പുത്രൻ ധ്രുവസന്ധി, അദ്ദേഹത്തിന്റെ പുത്രൻ സുദർശനൻ, അദ്ദേഹത്തിന്റെ പുത്രൻ അഗ്നിവർണൻ, അദ്ദേഹത്തിന്റെ സുതൻ ശീഘ്രൻ, ആ ശീഘ്രന്റെ സുതനാണ് മരു. യോസാവാസ്തേ യോഗസിദ്ധ കലാപഗ്രാമമാശ്രിത കലേരന്തേ സൂര്യവംശം നഷ്ടം ഭാവയിതാ പുന. യാ അസൗ, യാതൊരുവൻ, യോഗസിദ്ധ, യോഗസിദ്ധിയുള്ളവനായിട്ട് കലാപഗ്രാമമാശ്രിത, കലാപഗ്രാമത്തെ ആശ്രയിച്ച് ആസ്തേ വസിക്കുന്നു. നഷ്ടം സൂര്യവംശം, നശിച്ചുപോയ സൂര്യവംശത്തെ കലേ അന്തേ, കലയുടെ അവസാനത്തിൽ പുനഃ ഭാവയിത, പിന്നെയും പോഷിപ്പിക്കും. അങ്ങനെ യോഗസിദ്ധി കൊണ്ട് മരണത്തെ പോലും അതിക്രമിച്ച് സിദ്ധനായ ആ മരു എന്ന മഹാരാജാവ് കലാപഗ്രാമത്തിൽ വസിക്കുന്നു ഇപ്പോഴും ബദരിയില്. കലിയുഗത്തിന്റെ അവസാനത്തില് ആ നശിച്ചുപോയ സൂര്യവംശത്തെ തന്റെ പുത്രപൗത്ര പരമ്പരകൾ കൊണ്ട് ആ മരു അഭിവൃദ്ധിപ്പെടുത്തും എന്ന് പറയുന്നു. ഇപ്പോഴും അദ്ദേഹം ബദരിയില് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കലിയുഗത്തിന്റെ അവസാനത്തില് പൗത്ര പരമ്പരകൾ കൊണ്ട് നശിച്ചുപോയ സൂര്യവംശത്തെ വീണ്ടും അഭിവൃദ്ധിപ്പെടുത്തും എന്ന് പറയും. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.